السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ടവരെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് തലപ്പെരുമണ്ണ മുഈനുൽ ഇസ്ലാം മദ്രസയിൽ സംഘടിപ്പിച്ചു വരുന്ന ഇഷ്കെ മദീന 2026 നബിദിന ക്യാമ്പയിന്റെ ഭാഗമായുള്ള നസീഹത്ത് സബാഹിലെ 5ാം സുദിനത്തിലാണ് നാം ഉള്ളത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഐഹിക ജീവിതം കേവലം സന്തോഷിക്കാനും ഉന്മാദിക്കാനും ആഹ്ലാദിക്കാനും ആസ്വദിക്കാനും മാത്രമുള്ളതല്ല, മറിച്ച് അവനെപ്പോഴും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷിക്കുന്നതോടൊപ്പം എപ്പോഴും ഭയം അവന്റെ കൂടെ ഉണ്ടാവണം. ഭയമില്ലാതെ ജീവിക്കുന്ന വിശ്വാസി തീർച്ചയായും അവൻ പരാജയത്തിലേക്ക് കൂപ്പുകുത്തും, അതിൽ യാതൊരു സംശയവുമില്ല. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇന്നൽ മുഅ്മിന ഫീ സിത്തത്തി അൻവാഇ മിനൽ ഖൗഫ്. ഒരു മുഅ്മിനായ മനുഷ്യൻ 6 വിധത്തിലുള്ള ഭയം അവനിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഒന്നാമത്തേത് മിൻ ഖിബലില്ല, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഭയം, അള്ളാഹുവിനെ പറ്റിയുള്ള ഭയം. അള്ളാഹു അവനെ നരകത്തിലിടുമോ എന്ന പേടിയല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഓശാരമായി നൽകിയിട്ടുള്ള ഒരു മുത്ത് നമ്മുടെ കൈവശമുണ്ട്. അതാണ് ഹിദായത്ത്, ഈമാൻ. അത് നമ്മുടെ ആരുടെയും അധ്വാനം കൊണ്ടോ കഷ്ടപ്പാട് കൊണ്ടോ അള്ളാഹു നമുക്ക് തന്നതല്ല. നാം ജനിച്ചു വീണപ്പോൾ നമ്മുടെ വലത് ചെവിയിൽ ബാങ്ക് വിളിക്കപ്പെട്ടത്, ഇടതു ചെവിയിൽ ഇഖാമത്ത് വിളിക്കപ്പെട്ടത്, അത് നമ്മുടെ അധ്വാനം കൊണ്ടല്ല, അള്ളാഹുവിന്റെ തൗഫീഖാണ്. സ്വാലിഹീങ്ങളായ മനുഷ്യരുടെ കരങ്ങളിലൂടെ നമ്മുടെ വായിൽ മധുരം നുണയാൻ നമുക്ക് കഴിഞ്ഞത് അത് അള്ളാഹുവിന്റെ തൗഫീഖാണ്. ഒരു മുസ്ലിമായ മാതാവിന്റെയും പിതാവിന്റെയും മകനായി മകളായി ജനിച്ചു എന്ന ഒരൊറ്റ കാരണത്താലാണ് ആ ഹിദായത്ത് നമുക്ക് കൈവന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പല അത്ഭുതങ്ങളും പ്രകടിപ്പിച്ച പ്രവാചകന്മാർക്ക് പോലും അവരുടെ ഇഷ്ടക്കാർക്ക് ഹിദായത്ത് ചോദിച്ചിട്ട് അള്ളാഹു നൽകിയിട്ടില്ലെങ്കിൽ ആ ഹിദായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയെന്നത് വലിയൊരു അമൂല്യമായ സമ്പത്തായി നാം മനസ്സിലാക്കണം. അള്ളാഹുവിനെ പറ്റി നാം ഭയപ്പെടണം. എന്ത്? അൻ യുഖദ മിൻ ഖിബലിഹിൽ ഈമാൻ. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ ഈമാൻ ഊരിയെടുക്കുന്നതിനെ, ഈമാൻ പിടിച്ചെടുക്കുന്നതിനെ നാം ഭയപ്പെടേണ്ടതുണ്ട്. ആ ഈമാൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് നിസ്കരിക്കാൻ കഴിയുന്നത്. ആ ഈമാൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയുന്നത്. ആ ഈമാൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഉംറ ചെയ്യാൻ കഴിയുന്നത്. ആ ഈമാൻ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ വുളൂ സ്വഹീഹാകുന്നത്, നമ്മുടെ കുളി സ്വഹീഹാകുന്നത്. അഥവാ കുളിയുടെയും വുളൂഇന്റെയും നിസ്കാരത്തിന്റെയും മറ്റ് സ്വാലിഹായ അമലുകളുടെയും ഒക്കെ നിയ്യത്ത് അള്ളാഹു സ്വീകരിക്കുന്നത് ആ ഈമാൻ നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ ഉള്ളത് കൊണ്ടാണ്. ആ ഈമാൻ അള്ളാഹു പിടിച്ചുകൊണ്ടുപോയാൽ, സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ, നമ്മുടെ ഒരു അമലും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല, എല്ലാം നിഷ്ഫലമായി തീരും. അതുകൊണ്ട് ആ ഈമാൻ പിടിച്ചെടുക്കുന്നതിനെ നാം ഭയപ്പെടേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ എപ്പോഴും പ്രാർത്ഥിക്കാനായി നമ്മോട് ആവശ്യപ്പെട്ടതാണ്. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുവേ, ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കിയതിനു ശേഷം ഞങ്ങളുടെ ഹൃദയത്തെ നീ വഴിപിഴപ്പിക്കല്ലേ റബ്ബേ, നിന്നിൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന പ്രാർത്ഥന. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നിസ്കരിക്കുമ്പോൾ മഹാനവറുകൾ 1ാമത്തെ റക്അത്തിൽ ഒരു ചെറിയ സൂറത്ത് ഓതി, 2ാമത്തെ റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം ഒരു ചെറിയ സൂറത്ത് ഓതി, 3ാമത്തെ റക്അത്തിൽ പതുക്കെ ഫാത്തിഹ ഓതിയതിനു ശേഷം മഅ്മൂമീങ്ങളുടെ ഫാത്തിഹ തീരാനുള്ള അല്പസമയം ബാക്കിയുണ്ടായപ്പോ മഹാനവറുകൾ പതുക്കെ ഒരു ആയത്ത് ഓതുന്നത് കൂടെയുള്ള അനുയായികളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ആയത്ത് ഇങ്ങനെയാണ്: റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്. അത്രമേൽ മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം ഭയപ്പെട്ട ഒന്നാണ് അള്ളാഹു കനിഞ്ഞു നൽകിയ ഹിദായത്ത് അള്ളാഹു പിടിച്ചെടുക്കുമോ എന്ന്.
ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ രണ്ടാമത്തെ ഭയം മിൻ ഖിബലിൽ ഹഫളത്തി, ഹഫളത്ത് എന്ന മലക്കുകളെ പറ്റിയുള്ള ഭയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മേൽ 5 മലക്കുകളെ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുക എന്നതാണ് ആ മലക്കുകളുടെ ജോലി. ആ മലക്കുകൾ അൻ യക്തുബു മാ യഖ്ദുലു ബിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നമ്മെ നിന്ദ്യമാക്കുന്ന, നമ്മെ നിസ്സാരമാക്കുന്ന എന്തെങ്കിലും എഴുതി വെക്കുമോ എന്ന ഭയം നമ്മളിൽ ഉണ്ടാവണം. മാതാപിതാക്കൾ ഒരിക്കലും അറിയാൻ പാടില്ലാത്ത തെറ്റുകൾ സ്വകാര്യമായി നാം ചെയ്തിരുന്നു. ആ മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് ആ തെറ്റുകൾ വായിക്കപ്പെടേണ്ട അവസ്ഥ. ഗുരുനാഥന്മാർ ഒരിക്കലും അറിയാൻ പാടില്ലാത്ത തെറ്റുകൾ നാം ചെയ്തിരുന്നു. ആ തെറ്റുകൾ ആ മലക്കുകൾ രേഖപ്പെടുത്തിയത് വ്യക്തമാക്കപ്പെടുന്ന ഒരു ദിവസം. മക്കളറിയാതെ, മാതാപിതാക്കളായ നമ്മിൽ പലരും മക്കൾ പോലും അറിയാൻ പാടില്ലാത്ത സ്വകാര്യ തെറ്റുകൾ ചെയ്തിരുന്നു. അത് നാളെ മഹ്ശറിൽ വെച്ച് പുറത്തു കൊണ്ടുവരുന്ന അവസ്ഥ. ആ മലക്കുകൾ ആഖിറത്തിൽ ഖിയാമത്ത് നാളിൽ നമ്മെ നിന്ദ്യമാക്കാൻ ഉതകുന്ന വല്ല തെറ്റുകളും എഴുതി വെക്കുമോ എന്ന ഭയം നമ്മളിൽ എപ്പോഴും ഉണ്ടാവണം. നമ്മുടെ മൊബൈലിൽ സ്വകാര്യമായിരുന്ന് വേണ്ടാത്ത കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഇതെല്ലാം രേഖപ്പെടുത്തുന്ന മലക്കുകൾ എൻ്റെ ശരീരത്തിലുണ്ട് എന്ന ബോധം നമ്മളിൽ ഉണ്ടാവണം. അങ്ങനെ ഒരു ഭയം നമ്മളിൽ ഉണ്ടാവണമെന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരു മനുഷ്യന്റെ കാര്യത്തിൽ 5 മലക്കുകളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. 1 മലക്കാനി ബിൽ ലൈലി, രാത്രിയിൽ 2 മലക്കുകളെയും, വമലക്കാനി ബിൻ നഹാരി, പകലിൽ 2 മലക്കുകളെയും, വമലക്കുൻ ലാ യുഫാരിഖുഹു ലൈലൻ വലാ നഹാറ, രാത്രിയും പകലും ഒന്നും അവനെ വിട്ടുപിരിയാതെ അവന്റെ കൂടെ മറ്റൊരു മലക്കുമുണ്ട്. ഈ 5 മലക്കുകളുടെയും ജോലി അവന്റെ രാപ്പകലുകളിൽ, അവന്റെ സ്വകാര്യതകളിൽ, അവൻ ചെയ്യുന്ന തെറ്റുകളെ രേഖപ്പെടുത്തുക എന്നതാണ്. ആ മലക്കുകളെ പറ്റിയുള്ള പേടി ഒരു മുഅ്മിനായ മനുഷ്യനിൽ ഉണ്ടാവണം. മൂന്നാമതായി മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് മിൻ ഖിബലി ശൈത്താൻ, ശൈത്താന്റെ ഭാഗത്ത് നിന്നുള്ള പേടിയാണ്. എന്താണ് ശൈത്താൻ? നമ്മുടെ അമലുകളെ, സ്വാലിഹായ അമലുകൾ ചെയ്യുന്നതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുകയും നാം ചെയ്യുന്ന അമലുകളെ നിഷ്ഫലമാക്കി കളയുകയും ബാത്തിലാക്കി കളയുകയും ചെയ്യുന്ന ജോലിയാണ് പിശാച് നിർവഹിക്കുന്നത്. നാം നിസ്കരിക്കുന്നത് നമ്മുടെ നിസ്കാരത്തെ ബാത്തിലാക്കി കളയുക, നമ്മുടെ ഖുർആൻ പാരായണത്തെ ബാത്തിലാക്കി കളയുക, നമ്മളുടെ മനസ്സിൽ നിന്നുള്ള ഇഖ്ലാസിനെ ഇല്ലാതെയാക്കിക്കൊണ്ട്, തഖ്വയെ ഇല്ലാതെയാക്കിക്കൊണ്ട്, നമ്മുടെ അമലുകളുടെ നിർബന്ധമായി നാം പാലിക്കേണ്ട നിബന്ധനകളെ പിഴപ്പിച്ചുകൊണ്ട്, അതിലുള്ള നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട റുക്നുകളെ പിഴപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇബാദത്തുകളെ ബാത്തിലാക്കി കളയുക എന്നതാണ് പിശാചിന്റെ ധർമ്മം. ആ പിശാചിനെയും നമ്മൾ പേടിക്കേണ്ടതുണ്ട്. ഇനിയും 3 ഭയങ്ങളെ കുറിച്ച് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആ ഉദ്ധരണിയിലൂടെ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സമയ ദൗർലഭ്യം കാരണം അതിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇത്തരം സംഗതികളെ ഭയപ്പെട്ടുകൊണ്ട് വെറും സന്തോഷത്തിലും ഉന്മാദത്തിലും ആഹ്ലാദത്തിലുമായി മാത്രം ജീവിക്കാതെ ഇത്തരം ഭീതിയിലൂടെ ജീവിച്ചുകൊണ്ട് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇന്നത്തെ ചോദ്യം, നമ്മളെ ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുടെ എണ്ണം എത്ര? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.